ഈ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം വ്ലോഗ് കണ്ടാലോ? എനിക്കാണ് ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ പറയുമ്പോൾ ആദ്യമേ അമ്പലം ഓർമ്മ വരുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഏറ്റുമാനമ്പലത്തിൽ അങ്ങ് പോയി. ഓണമായിട്ടാന്ന് തോന്നുന്നു. ഏറ്റുമാനമ്പലത്തിൽ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അത്രയ്ക്കും തിരക്കായിരുന്നു. എങ്ങനെയോ കഷ്ടപ്പെട്ട് നമ്മൾ അകത്ത് കയറി. പിന്നെ നമ്മളിങ്ങനെ നന്ദിയുടെ അടുത്ത് പോയി, പിന്നെ കൃഷ്ണൻ്റെ അടുത്തും പോയിട്ട് അന്തിമഹാകാളം കാവിലേക്ക് അങ്ങ് പോയി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ടങ്ങ് വന്നു. പിന്നെ യോക്കീനെയൊക്കെ കൊഞ്ചിച്ചിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ബാ സദ്യ കഴിക്കാമെന്ന്. പിന്നെ എന്നാ വേണം, സദ്യ കഴിക്കാൻ അങ്ങ് താഴേക്ക് ഞങ്ങളെല്ലാവരും അങ്ങ് പോയി. അച്ഛന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സദ്യ വന്ന് സദ്യ ഫുള്ള് കഴിച്ച് ആ എന്ത് സുഖമാ സദ്യ കഴിക്കുമ്പോൾ. സമാധാനത്തോടെ സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. ഉറക്കം വരുന്ന ടൈമിലാണ് അമ്മയും അച്ഛനും എല്ലാവരും പറയുന്നത് ബാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ. അപ്പോഴുണ്ടല്ലോ ഉറക്കപ്പിച്ചാണെങ്കിലും ഒരു പോക്കുണ്ട്. ആ എല്ലാ സ്ഥലത്തും അങ്ങ് പോകും. അമ്മ വീട്ടിലായാലും അച്ഛൻ വീട്ടിലായാലും ഇങ്ങനെ ഓരോ പരിപാടിയും കണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ എന്നാ ഒരു സുഖമാണ്. ഞാനിവിടെ 2 പായസം കൂടെ കഴിഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് എൻ്റെ സദ്യ. ഈ പപ്പടവും പഴവും പായസമൊക്കെ കുഴച്ചിട്ട് തിന്നുന്നൊരു ഫീലുണ്ടല്ലോ, അതൊന്നിനും തരാൻ പറ്റത്തില്ല. ഈ ചിക്കൻ കറിക്കും ബീഫിനും പോർക്കിനും ഒന്നിനും തരാൻ പറ്റത്തില്ല. ഇത് കഴിച്ചിട്ടൊരു ഉറക്കമുണ്ട്, അതാണ് സെറ്റ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് കുറേ സ്ഥലത്ത് തെണ്ടി തിരിയാനുണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങണം അതൊരു വേറെ വേറെ ഫീലാണ്. അപ്പോൾ നാളെ വേറൊരു വ്ളോഗായിട്ട് വരാവേ. അപ്പോൾ ഓക്കെ, ബായ് മക്കളെ.